ആവിഷ്കാര സ്വാതന്ത്ര്യം, പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം. ഇത് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് എന്നെ പോലെ ഈ പബ്ലിക് റിലേഷൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന നമ്മളീ പറയുന്ന പരിപാടിക്ക് അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് 2000 രൂപ നടന്ന വിലയാണ്. കാരണം ഇതിന് മുതൽ മുടക്കിന് പലിശ കൂട്ടിയാൽ 2415 രൂപ വില വരും. അങ്ങനെയാണ് ഈ 2018 248 വില കയറ്റിയത്. നമ്മളെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ 7 ദിവസം ഞാൻ രാത്രി ഉറങ്ങിയില്ല. എനിക്കിത് സംശയം വരാൻ കാര്യം ഞാൻ മുനിസിപ്പൽ കൗൺസിലറായിട്ടിരുന്ന 8 കൊല്ലം മുനിസിപ്പൽ വൈസ് ചെയർമാനായിരുന്നു. ഇവന്മാർ കള്ളന്മാരാണെന്ന് എനിക്കറിയായിരുന്നു. അതിന് മാർക്കറ്റിൽ സാധനം കിട്ടാനെങ്കിൽ വില 1000-2000 കടന്നു പോകും. കാരണം അറിയോ, 700 കോടി ജനത്തിന്റെ വാഹനങ്ങൾ, 43 ലക്ഷം കാറ് ഈ ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന പത്രത്തിൽ വന്ന വാർത്തയ്ക്കകത്ത് ഈ വർഷം കൂടുതൽ ഇന്ത്യയിൽ വിട്ടിട്ടുണ്ട്. ഓരോ വർഷവും എക്സസ് 10% വെച്ചിട്ടുണ്ട്. 43 ലക്ഷം വണ്ടികൾ കൂടുതൽ ഇന്ത്യയിൽ വീണുകൊണ്ടിരിക്കുക, വന്നുകൊണ്ടിരിക്കുക. റോഡുകാരൻ കാറല്ല വരുന്നത്, ആൾക്കാർ തുണി കൊണ്ടുപോകാൻ കാറല്ല വരുന്നത്, വീട്ടിൽ പണി ചെയ്യാൻ വരുന്നൊരു കാറല്ല വരുന്നത്, എന്തെങ്കിലും പണിക്ക് വരുന്നൊരു കാറല്ല വരുന്നത്. അപ്പം അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം സർക്കാരിനാണ് കേട്ടോ ഡീസലും പെട്രോളും ചിലവാകുമല്ലോ. മറ്റവൻ എന്നാണ് എവിടെയെങ്കിലും ചെന്നത്തായിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇന്ന് പറയുമ്പോൾ ടയർ നാളെ വേണോ, വേണമല്ലോ. ഇപ്പൊ തൃശ്ശൂർ ചെല്ലുക, തൃശ്ശൂർ ഞാൻ കണ്ടിട്ടുണ്ട്. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉണ്ട് ഇതിന് നീളം. പക്ഷെ ഇതിന്റെ റെയിൽവേ സ്റ്റേഷന്റെ അങ്ങനെ പണിക്കയറ്റം വരെ റെഡ് റബ്ബർ ചാക്കിനകത്ത് ഉണ്ടാക്കിയത് കയറ്റി വിടാനായിട്ട് പോയി വെച്ചിരിക്കുക. അപ്പൊ ഈ റെഡ് റബ്ബറിന്റെ ആവശ്യം എന്ന് മാത്രം മനസ്സിലാക്കണം. ഇത് വടക്കേന്ത്യയിൽ മുഴുവൻ ഇത് കൊണ്ട് ഫാക്ടറിയാണ്. കാരണം വെച്ചാൽ ഈ ലോറിക്കും ബസ്സിനും ഹെവി വെഹിക്കിൾസിനും എല്ലാത്തിനും ഈ ഫസ്റ്റ് ഓട്ടം ഏതാണ്ട് ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ കട്ട വേണം. 3 പ്രാവശ്യം കട്ട ചെയ്യും. അത് മുഴുവൻ നാച്ചുറൽ റബ്ബറാണ് കട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കുറച്ച് സിന്തറ്റിക് ചേർക്കുന്നുള്ളൂ. അതുപോലെ അത്യാവശ്യമുള്ള ഈ സാധനം ഷോർട്ടേജ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാണം കുതിക്കുന്ന പോലെ വില കുതിക്കും. ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇവർ പറയുന്ന 8 ലക്ഷം കർഷകർ, എൻ്റെ കണക്കിൽ 75 ലക്ഷം കർഷകരുണ്ട്. അതിന് കണക്ക് ഞാൻ എടുത്തതാണ്. ഇതാ എൻ്റെ മെക്കാനിസം. ഇതാ ഞാൻ പറയുന്നത്. മെക്കാനിക്കലി ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നുണയാന്ന് ഞാൻ തന്നെ പറയും. എൻ്റെ കാര്യം എന്താണെന്നറിയോ, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂ. അതാ ഞാൻ പറഞ്ഞ സത്യം. നിനക്ക് വട്ടാന്ന് പറയും. ഇപ്പൊ എൽപികൾ തന്നെ വട്ടാന്ന് പുല്ല് പോലെ എഴുതി പിടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു നിനക്ക് തന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വട്ടാർക്കാന്നുള്ളൂ. അത് കേട്ടാൽ എനിക്ക് നാണമൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ 28ാമത്തെ വയസ്സിൽ മുനിസിപ്പൽ ചെയർമാന്റെ കസേര ഇരുന്ന ആളാവാരായിൽ. റബ്ബർ മാത്രം ഇങ്ങനെ ഒരു താല്പര്യം ആളുകൾക്ക് വന്നു വിട്ടുപോയി. അന്നേരം കൊല്ലം എത്ര കൊണ്ടാ ഇവിടെ 1.5 പവൻ സ്വർണം വില. ഇന്നത്തെ വില വെച്ച് പറയുകയാണെങ്കിൽ 50,000, 75,000 രൂപ വിലയ്ക്ക് റബ്ബർ 1 കിലോ 1910 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ വിറ്റവരുണ്ട്. അന്ന് ഈ പാലയിലെ തോട്ടക്കാർക്കും കാഞ്ഞിരപ്പള്ളി കുറേ മുതലാളിമാർക്കും കോതമംഗലത്ത് കുറേ പേർക്കും റബ്ബർ വിറ്റ് കാശ് ഉണ്ടാക്കിയതാണ്. 1947 വരെ ഇതിന് നല്ല വിലയുണ്ടായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് എന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു അന്ന് വൈകിട്ട് ഉണ്ടാക്കിയ നിയമങ്ങളിൽ ഈ നിയമം കൂടെ കയറ്റി വെച്ചു. റബ്ബർ അന്ന് മുതൽ വിലയില്ലാതാക്കി. വ്യവസായ സംരക്ഷണ നിയമം, വ്യവസായ രഹസ്യ നിയമം, കച്ചവട രഹസ്യ നിയമം, വ്യവസായ രഹസ്യ നിയമം, ഇങ്ങനെ പറയുന്ന രഹസ്യ നിയമങ്ങളുണ്ട്. ആ രഹസ്യ നിയമങ്ങളുടെ പേരും പറഞ്ഞ് മിണ്ടരുതെന്ന് പറഞ്ഞിരിക്കുക എല്ലാവരോടും. ആരും നമുക്ക് മിണ്ടാൻ പാടില്ല. ഈ രഹസ്യ നിയമം എന്നാ രഹസ്യ നിയമം? ആ രഹസ്യ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അറിയോ, റബ്ബർ ആക്ടിനകത്ത് ഇവിടെ ഇപ്പം 1 ഏക്കർ സ്ഥലത്തിന് എവിടെയാണ് 40 ലക്ഷം രൂപ സർക്കാർ കയറിയിട്ടിരുന്നത്. നമുക്ക് മേടിക്ക് കൊടുക്കുകയാണെങ്കിൽ 40 ലക്ഷം രൂപ ടാക്സ് അടക്കണ്ടേ? അടക്കണമല്ലോ. ഈ സ്ഥലത്തിന് വിലയിടാൻ പാടില്ല. റബ്ബർ ആക്ടിൽ എഴുതി വെച്ചിരിക്കുക. 2 തരം നിയമം സമ്മതിക്കില്ല. അതിനെന്ത് ആവശ്യമില്ലല്ലോ. നമ്മള് ഭൂമിക്ക് വില പാടില്ല, റബ്ബർ ബോർഡ് നിയമം അനുസരിച്ച് വില കണക്കൂട്ടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ടാലി ചെയ്യും? 40 ലക്ഷം രൂപയുടെ 12% പലിശ കൂട്ടിക്ക് 4 6 ലക്ഷം രൂപ. 500 കിലോ റബ്ബർ തന്നെ ഹരിക്കും എന്നാ കിട്ടും 1000 രൂപ പലിശ. പിന്നെ 10 കൊല്ലത്തിന് പ്ലാൻ ചെയ്യണം. 2 ലക്ഷം രൂപ 1 ഏക്കറിന് കൂട്ടി 1 വർഷം കൂട്ടിയാൽ 20 ലക്ഷം രൂപ. ഈ 6 ലക്ഷം രൂപയുടെ കൂട്ടത്തിൽ ഈ 20 ലക്ഷം രൂപ കൂട്ടണം. എന്നിട്ട് അതിൻ്റെ കൂടെ പലിശ കൂട്ടണം. അത് അവകാശപ്പെട്ടതോ അർഹതപ്പെട്ടതോ. ഞാൻ ഈ പറയുന്നത് എങ്ങനെയാണെന്നറിയോ, ഇന്ത്യൻ ഭരണഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സാക്സോഫോൺ വായിക്കുന്നത് കൊടുത്തിട്ടില്ലേ, അത് നമുക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തേക്ക് പബ്ലിക്കിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനും നിയമം അനുവദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചാൾ കഴിയുകയാണെങ്കിൽ പിണറായി വിജയനൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ എങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10,000 രൂപ ഇത് റിലീസ് ചെയ്യണമെങ്കിൽ
കെട്ടി വെക്കണം, അല്ലെങ്കിൽ തരണം നികുതിയായിട്ട്. ആ മേലോട്ട് ഇത് വരും. എന്ത് ചെയ്താലും അതിനെല്ലാം നികുതി വരും. പക്ഷെ ഇപ്പൊ നിലവിലതൊന്നുമില്ല. അതൊക്കെ ഇപ്പൊ നമുക്കിപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു. ഞാൻ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളുണ്ട്: ആവിഷ്കാര സ്വാതന്ത്ര്യം, പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം. ഇത് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് എന്നെ പോലെ ഈ പബ്ലിക് റിലേഷൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന നമ്മൾ ഈ പറയുന്ന പരിപാടിക്ക് അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് 2000 രൂപ നടന്ന വിലയാണ്. കാരണം ഇതിന് മുതൽ മുടക്കിന് പലിശ കൂട്ടിയാൽ 2415 രൂപ വില വരും. കാരണം 2010 2 ലക്ഷം രൂപ കിടന്നു ഒരേക്കർ തോട്ടം. 210 രൂപ 248 രൂപ വില വന്നപ്പം 70 ലക്ഷം രൂപയ്ക്കാണ് ഈ തോട്ടം മുഴുവൻ വിറ്റുപോയെ. 2 ലക്ഷം രൂപ കിടന്നതാ. അങ്ങനെ തൊണ്ടുഭൂമികൾ മുഴുവനും 5, 8, 10 ലക്ഷം രൂപയ്ക്ക് വിറ്റുപോയി. അത് അത്രയും ഒരു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടായ സംഗതിയാണ്. അത് ഞാൻ ബസ് പോസ്റ്റ് ഒട്ടിച്ച അത് നേടിയതാ. ഞാൻ കോതമംഗലം മുതൽ കൊല്ലൂർ വരെ പോസ്റ്റ് ഒട്ടിച്ചു. 10 വർഷം ഒട്ടിച്ചു. 10 ദിവസം കൂടുമ്പോൾ ഒട്ടിച്ചുകൊണ്ടിരുന്നു. ആരെ കൊണ്ട് പറ്റും? ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? എനിക്കത് സ്കോഡ കാർ ഉണ്ടായിരുന്നു. ഒരു 5 കൊല്ലം കൊണ്ട് 1 ലക്ഷം കിലോമീറ്റർ സ്കോഡ കാർ പോസ്റ്റ് ഒട്ടിക്കാൻ തന്നെ ഓടി. ഒരാൾ ഒട്ടിക്കാൻ വേണം, 1 പേർ ഒട്ടിക്കാൻ. അതിന് ചിലവ്, അവർക്ക് കൂലി, അവർക്ക് വൈൻഡ്, അവർക്ക് ഫുള്ള് കാശ്. ഈ പാലായിലെ ബസ്സിന്റെ പോസ്റ്റ് ഒട്ടിച്ചപ്പോൾ സേതന്മാരായിട്ടുള്ള ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞു. അവന് മേടിച്ചു കൊടുത്തു ഒരു വൈൻഡ്, അല്ലെങ്കിൽ ഫുള്ള്. എന്താണെന്ന് വെച്ചാൽ അമ്പാടത്തോടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാനൊന്നും ഒട്ടിയില്ല, അവനൊരു ഗുണമായി കിട്ടുന്നുമില്ല. അപ്പൊ ഇത് ആ ഒരു കൺസെപ്റ്റ് ചെയ്തതാണ് എന്ന് വിചാരിച്ച്. ഇപ്പൊ ഇത് അതല്ലാതെ വലിയ ഹോർഡിങ്സ് ഒക്കെ സ്ഥാപിക്കണം, ഫ്ലെക്സ് ബോർഡ് വെക്കണം. കാശ് വേണ്ടി ആരാ തരുന്നത്? ആരും തരുന്നില്ല, ആരും തരികയില്ല. അങ്ങനെയാണ് ഈ 2018 248 വില കയറ്റിയത്. ആരും അംഗീകരിക്കുകയില്ല നമ്മുടെ ജനം. ആ കുഴപ്പമാണ് കേരള ജനത അടിയെ തകർന്നു പോകാൻ കാരണം. എൻ്റെ അടുത്ത് ചുമ്മാ കൂടിയാൽ മതി. ആരും എനിക്ക് പൈസ തരണ്ട, ഞാൻ പൈസ ആരും ചോദിച്ചില്ല. നിങ്ങളൊരു ഫ്ലെക്സ് എഴുതി നിങ്ങളുടെ വീടിന് മുമ്പിൽ വെക്കുക. അത് സ്ഥിരമായിട്ട് ഫ്ലെക്സ് ബോർഡ് വെക്കണം അവിടെ, സ്ഥിരമായിട്ട്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മനോരമയും പത്രങ്ങളും TV ചാനലുകളും ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നതാ 1.25 ലക്ഷം ടൺ റബ്ബർ മിച്ച കെട്ടി കിടക്കുകയാണെന്ന് ഇവര് 40 കൊല്ലം അടിച്ചുകൊണ്ടിരുന്നു. 40 വർഷം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജോസഫ് മോനിപ്പള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു. 20,000 ടൺ റബ്ബർ ഇറക്കുകയും ചെയ്യുന്നു. റബ്ബർ ഇല്ലാത്തതുകൊണ്ടാണ് പുള്ളി പറഞ്ഞു. അങ്ങനെ അപ്പൊ ഇനി 1.25 കണക്ക് പറഞ്ഞ് അങ്ങനെ നോക്കുന്നത്. 1.25 ഉച്ചയോട് കിടക്കാമെന്ന് പറഞ്ഞു. ജോസഫ് മോനിപ്പള്ളി പറയുന്നു 20,000 ടൺ ഇല്ലാത്തതുകൊണ്ട് ഇറക്കുമ്പോൾ നടത്തുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു കള്ളത്തരമില്ല ഇതിനകത്ത്. ഈ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചിട്ട് 7 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം നമ്മൾ ദൈവത്തെ പോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എംബ്ലം കാണുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് കാണുന്നു, പാർലമെന്റിനെ കാണുന്നു, ഭരണ സംവിധാനത്തെ കാണുന്നു. നമുക്ക് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ധാരണ. നമ്മളെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ 7 ദിവസം ഞാൻ രാത്രി ഉറങ്ങിയില്ല. എനിക്കിത് സംശയം വരാൻ കാര്യം, ഞാൻ മുനിസിപ്പൽ കൗൺസിലറായിട്ട് ഇരുന്ന ആളാണ്. 8 കൊല്ലം മുനിസിപ്പൽ വൈസ് ചെയർമാനായിരുന്നു. എവിടെയും മുനിസിപ്പൽ വൈസ് ചെയർമാനൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാനിന്ന് മാനസാറിൻ്റെ കൂടെ ഫുൾ ടൈം ഞാൻ ഉണ്ടായിരുന്നു. കാരണം ഞാനായിരുന്നു പുള്ളിയുടെ പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി ഓഫീസിലൊക്കെ ആണെങ്കിലും ഞാൻ ഇഷ്ടംപോലെ പോവുകയും ബന്ധപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഈ രാഷ്ട്രീയ തലത്തിലും അധികാര തലത്തിലും നടന്ന കള്ളത്തരങ്ങളില്ലേ, പോലെ മുഴുവൻ കള്ളത്തരം. അതിനു വേണ്ടിയിട്ട് ഒരു നിയമം വളയ്ക്കുകയോ ഓടിക്കുകയോ എന്നെ വെള്ളം ചെയ്യും. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിയമസഭയിൽ മന്ത്രി ശങ്കരനാരായണ പിള്ള പറയുന്നു 1.25 ലക്ഷം ടൺ റബ്ബർ മിച്ചമായിട്ട് കിടപ്പുണ്ടെന്ന്. അതേ കയറി പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ കിടപ്പുണ്ടെന്ന് ഈ രാജ്യത്തെ പത്രക്കാരാണല്ലോ നമ്മളോട് പറഞ്ഞത്, നമുക്ക് നിയമസഭ കയറാൻ പറ്റിയല്ലോ. അങ്ങനെ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചാൽ 1 ലക്ഷം രൂപ പാരിതോഷികം കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പേപ്പറിലെല്ലാം പ്രിന്റ് ചെയ്ത് ഞാൻ കോട്ടയത്ത് കുറിച്ചിലും പത്രക്കാർക്ക് മുഴുവൻ കൊടുത്തു. അവന്മാർ കയറി റബ്ബർ വരെ പിടിച്ചു. റബ്ബർ വരെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഉറപ്പുണ്ടായി. കാരണം എന്താ വെച്ചാൽ അങ്ങനെ സംഭവിക്കായിരുന്നു, ഉണയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം തന്നെ അപ്പം അഴിജീനായിട്ട് വിളിച്ചു, റബ്ബർ ബോർഡിലേക്ക് വരാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പം ഇന്റർവ്യൂ എടുക്കാൻ, ബൈറ്റ് എടുക്കാനായിട്ട് എന്നെ വിളിച്ചത്. ബൈറ്റ് ഡേ നടന്നില്ല, ഇമാരെ ഉടക്കാൻ കിടന്നു. എന്നോട് പറഞ്ഞു ഇന്നിനി വേണ്ട, വേറെ ദിവസം മതി എന്ന് പറഞ്ഞു. അതിന് 8 ദിവസം കഴിഞ്ഞ് ഇമാരെ പത്രക്കുറിപ്പ് റിലീസ് ചെയ്തു. റബ്ബർ ബോർഡ് ഇവിടെ കർഷകരുടെ കയ്യിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന റബ്ബർ 8,000 റബ്ബർ കർഷകരുടെ വീടുകളിൽ കൂടെ സാമ്പിൾ സർവേ എടുത്തു. അപ്പോൾ 60,000 ടൺ റബ്ബർ മിച്ചമല്ല, റബ്ബർ ഉണ്ടെന്ന് കണ്ടെത്തി. 60,000 ആ കർഷകരുടെ വീടുകളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന. ഒരു വ്യാപാരികളുടെ വ്യവസായികളുടെ പക്കൽ റബ്ബർ സ്റ്റോക്കില്ല. അന്ന് മുതൽ ഇന്നിപ്പോൾ 2024 കൊല്ലമായിട്ട് ആ പ്രസ്താവന ഉണ്ടായിട്ടില്ല. ഞാൻ എടുത്താണ് നിരോധിച്ചത്. നിയമസഭയ്ക്കിട്ട് ഞാൻ കൊടുത്ത പണി ഇതേ സാധനം പാർലമെന്റിലും MP മാർ ചോദിക്കും, അവിടെ ഈ ഉത്തരം കിട്ടും. അതിങ്ങോട്ട് അടിച്ചു നിരത്തും. പത്രങ്ങളിലെ പേർ വർക്കാത് അവിടെ അടിച്ചു പൊളിച്ച് കൈ കൊടുത്തു ഞാൻ. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടത്തിയിട്ടാ ഞാൻ വില മേടിച്ചെടുത്തത്. ഇത് ഇവിടുത്തെ ജനത്തിന് അറിയണ്ട. അങ്ങനെ അറിഞ്ഞാൽ പോലും അവരത് വിശ്വസിക്കുന്നില്ല. അവർക്ക് വിശ്വാസം ഈ ഇലക്ട്രോൺ ബോണ്ട് കാശ് മേടിക്കാൻ കൊടുക്കുകയും ചെയ്യുന്ന അമ്മമാർ 6.5 കാശാ പോകുന്നത്. നമുക്ക് 10 രൂപ തരും 1000 രൂപ റബ്ബറിന്.
ഇല്ലെങ്കിൽ 2000 രൂപ തരും. ഇതിന് JC മേടിച്ച ചോദ്യം തന്നെ കുഴപ്പമിരിക്കുന്നത് അതുമില്ല. ഉടനെ ഇത് അവരുടെ ഇവിടെ അവരുടെ സൗകര്യത്തിലാണ് ഇതെല്ലാം ഇടുന്നത്. പക്ഷേ ഇവിടെ MP മാരും നമ്മളും അതിനു വേണ്ടി ശക്തമായ മറുപടി കൂട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇനി പറയുന്ന ആവശ്യം നമുക്കില്ല. അതറിയോ, ആദ്യമായിട്ട് റബ്ബർ കിട്ടാനില്ല തുടർന്ന് ഭയങ്കരമായിട്ട് വില കൂടും. അങ്ങനെ ആ 18 രൂപയ്ക്കുള്ള സാധനത്തിന് ഞാൻ ചവിട്ടി കൊടുത്തപ്പം 242 രൂപ വരുന്നത്. അങ്ങനെ ആണ് ഇവർക്ക് മനസ്സിലായത് ഇവിടെ തന്നെ അതിൻ്റെ എല്ലാ കളിയുന്നുള്ളൂ. ആ കള്ളക്കത്തരം വേറെ ട്രാക്കിലൂടെ കണ്ടെത്തിയിട്ടാണ് ഞാൻ ഈ 1000 രൂപ എന്ന് പറയുന്ന സാധനത്തെ പിടിച്ചിരിക്കുന്നത്. 1000 എന്ന് പറഞ്ഞിരിക്കുന്നത് 500 കിട്ടിയാലും നമുക്ക് തൃപ്തികരമാണ്. കൊടുത്ത് കൂട്ടി ഒരു കൊല്ലം മുമ്പേ എറിയാന്നുള്ള ഒരു വിദ്യ. 1000 എന്ന് പറഞ്ഞു കഴിയുമ്പം അത് നുണയാണെങ്കിലും ഒരു അറ്റൻഷൻ വരും ഇവിടെ. 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ 500 ഇപ്പൊ ഇങ്ങനെ വരികയല്ലേ, അനിപ്പം വല്ലതും പറയേണ്ട കാര്യമുണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഇത് മനുഷ്യനെ അടിച്ചു വീഴണമെന്നുണ്ടെന്നൊരില്ല ഇവർ തലച്ചോറ് പഠിച്ചിട്ട് ഇവനെ എങ്ങനെ നമ്മുടെ ഇപ്പൊ വരയ്ക്കകത്ത് കയറ്റാമെന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ എന്നെ ഒരുപാട് പേര് പറയും അവന് വട്ടാന്ന് പറയും. ഈ വട്ടാന്ന ഇവന്മാർ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമായിട്ട് കാര്യം വെച്ചാൽ ഈ വട്ടാന്ന് പറയാനായിട്ട് എനിക്ക് വേണ്ടി ഒരു സെക്കൻഡ് സമയം ചെലവഴിച്ചോ. ഇനി 10 വിടാൻ പറഞ്ഞുകൊണ്ട് നടന്നോ. ഇവനെ ഞാൻ വട്ട് പിടിപ്പിക്കും. 212 മേടിച്ച് കൊടുത്ത് അന്ന് എനിക്ക് വട്ടാന്ന് പറഞ്ഞവൻ ഇന്ന് വട്ട് പിടിച്ച് ഇറങ്ങുവാണല്ലോ. ആണോ? ഞാൻ 3 നിയമസഭയിൽ 2 പാർലമെന്റിൽ മത്സരിച്ചു. രണ്ടാമത്തെ പാർലമെന്റ് ഇലക്ഷൻ മത്സരിക്കുമ്പോൾ 2009 147 രൂപ വില നിൽക്കുമ്പോൾ ഞാൻ കൊടുത്ത കഞ്ഞി കുടിച്ച് ചേറ്റുപോയി വോട്ട് ചെയ്യാൻ പോയവൻ എനിക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. അന്ന് നിർത്തിയത് 2010 ഈ പരിപാടി. ഇന്ന് വരെ പിന്നെ ഞാൻ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. പിന്നെ 2 കൊല്ലമായിട്ട് ഫേസ്ബുക്ക് വന്നതിന് ശേഷം ഫേസ്ബുക്കിൽ കൂടെ മാത്രമുള്ള ചലനങ്ങളുള്ള വോട്ട് നോക്കോളും. മറ്റേത് റബർട്ടൈസ് പത്രം ഉണ്ടായിരുന്നു, ബസ്സിലെ പോസ്റ്ററിംഗ് ഉണ്ടായിരുന്നു. അതിനെല്ലാം ഭീമമായ പണമുടക്കുണ്ട്. ഫേസ്ബുക്കിനെ സംബന്ധിച്ചുള്ള അതില്ല. ഇതാണ് നിലവിൽ ഇതുപോലുള്ള 1000 സംഗതി സ്റ്റോറികൾ എൻ്റെ ഈ സമൂഹത്തിൽ കിടപ്പുണ്ട്. ഇത് മുഴുവൻ നമ്മൾ 24 മണിക്കൂർ യുദ്ധം ചെയ്ത് കണ്ടുപിടിച്ച ശരിക്കും ഗവേഷണം. നമ്മുടെ 1 ലക്ഷം ടൺ റബ്ബർ മിച്ചോട്ടി കിടക്കുകയാണെന്ന് ഇവർ അടിച്ചുകൊണ്ടിരുന്നു. മാണിസാർക്ക് എപ്പോഴൊന്നും അടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അടിച്ചുകൊണ്ടിരുന്നു വെച്ചാൽ ഇവരുടെ ഒരു മാനിപ്പുലേഷൻ ആയിരുന്നത്. അതൊരു പബ്ലിക് വർക്ക് എഞ്ചിനീയറിംഗ് ആയിരുന്നത്. ഞാൻ എന്താ കബളിപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടി മനോരമ മാതൃഭൂമി പത്രം ഫ്രണ്ട് പേജ് 8 ഓളം റബ്ബർ ഇറക്കുമെന്ന് നടന്ന വാർത്ത വരിക. ടാർഗറ്റ് കൊടുക്കുക. ആർക്കും മനസ്സിലായോ? ഇല്ല. ഇറക്കുമെന്ന് നടന്നതിന് വാർത്ത ഒരു പ്രാവശ്യം ഞാൻ ഇറക്കുമെന്ന് നടന്ന വാർത്ത കള്ളവാർത്തയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പത്രത്തിനകത്ത് ഈ സാധനം ഉണ്ടായിരുന്നു. അപ്പോളോ ടൈൽസിന്റെ MD കൺവർ ഞാൻ കൊച്ചി വന്ന് വെച്ച് പത്രസമ്മേളനം നടത്തി 30,000 ടൺ റബ്ബർ ഇറക്കുമെന്ന് നടത്താൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പത്രക്കാർ ചോദിച്ചു എൻ്റെ പേപ്പർ ഉള്ളത് കാണിക്കാൻ പറഞ്ഞു. ഇടയിൽ പേപ്പർ ഇല്ലായിരുന്നു. അന്ന് മുതൽ പിന്നെ ഇറക്കുമെന്ന് നടന്ന വാർത്തകൾ മാതൃഭൂമി മനോരമ കൊടുക്കും. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അളിയന്മാരാ വാണിജ്യ ബാക്കിയുള്ള ആരും ഇറക്കുമെന്ന് നടന്ന് വാർത്ത കൊടുക്കുകയില്ല. ഇപ്പൊ ഇവരും കൊടുക്കുകയില്ല. അതിന് കാര്യം എന്താ വെച്ചാൽ റബ്ബർ ഇറക്കുമെന്ന് വാർത്ത എഴുതുന്ന ലേഖകന്റെ ആസ്ഥാനത്തിൽ കൊണ്ടു പഠിച്ച് കയറ്റുമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പത്രത്തിൽ 2008 മുതൽ ഞാൻ സ്റ്റോർ ചെയ്തു. ഞാൻ സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് ഇവന്മാരെ പിണറായി വിജയൻ ഇറക്കി വിട്ടു അവിടുന്ന്. പിന്നെ ഹൈക്കോടതിയിൽ പിന്നെ ഇവന്മാർ ഓടിച്ചിട്ട് തല്ലി വക്കീലന്മാർ പത്രക്കാരെ. അങ്ങനെ പത്രക്കാർ കർഷകർ ആരംഭിച്ച് ഞാൻ മാർക്കറ്റ് തെറി പറഞ്ഞിറങ്ങിയപ്പോൾ പത്രക്കാർക്ക് പറയുന്ന അവിടുന്ന് ഒരു വിലയും മാർക്കില്ലാത്ത അവസ്ഥയാക്കി. അതുകൊണ്ടെന്ന് പറ്റി റബ്ബറിന് എഗൻസ്റ്റ് ആയിട്ട് എതിരായിട്ട് ഒരു സ്റ്റോറിയും ഒരു പത്രവും പ്രസിദ്ധീകരിക്കില്ല. അങ്ങനെ പ്രസിദ്ധീകരിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഡിഫൻസിൽ അവനെ പിടിക്കുകയും ചെയ്യും, ഓഫൻസിൽ അടിക്കുകയും ചെയ്യും. എൻ്റെ പത്രത്തിന് ഫീൽഡ് വരുന്നുള്ളൂ, കിട്ടാനില്ല, വിൽക്കരുത്, വിലയിത്രം കിട്ടും. മറ്റേ വാർത്തയില്ല. അത് ജനം അറിയത്തില്ല. ഇങ്ങനെ നമ്മളിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് ഈ പണി അറിയാവുന്നതല്ല ഈ പണി ഞാനുള്ളൂ. പബ്ലിക് വർക്ക്സ് എഞ്ചിനീയറിംഗ് ആണ്. മനോരമ, ദീപിക മുഴുവൻ പത്രങ്ങളും മീഡിയകളും TV ചാനലുകളും എല്ലാം. ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നു. ഇത് നമ്മുടെ PR വർക്കാണ്. അതാണ് ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസം. അതിന് മാർക്കറ്റിൽ ഈ സാധനം കിട്ടാനെങ്കിൽ വില 1000 2000 കടന്നു പോകും. കാരണം അറിയോ, 700 കോടി ജനത്തിന്റെ വാഹനങ്ങൾ, 43 ലക്ഷം കാറ് ഈ ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന പത്രത്തിൽ വന്ന വാർത്തയ്ക്കകത്ത് ഈ വർഷം കൂടുതൽ ഇന്ത്യയിൽ ഇട്ടിട്ടുണ്ട്. ഓരോ വർഷവും എക്സസ് 10% വെച്ചിട്ടുണ്ട്. 43 ലക്ഷം വണ്ടികൾ കൂടുതൽ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുക. റോഡുകാരൻ കാറല്ല വരുന്നത്, അതൊക്കെ തുണി കൊണ്ടുപോകാൻ കാറല്ല വരുന്നത്, വീട്ടിൽ പണി ചെയ്യാൻ വരുന്നൊരു കാറല്ല വരുന്നത്, എന്തെങ്കിലും പണിക്ക് വരുന്നൊരു കാറല്ല വരുന്നത്. അപ്പം അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം സർക്കാരിനാണ് കേട്ടോ 5 ഡീസലും പെട്രോളും ചിലവാകുമല്ലോ. മറ്റവൻ എന്നാണെങ്കിലും എവിടെയെങ്കിലും ചെന്നത്തായിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇന്ന് പറയുമ്പോൾ ടയർ നാളെ വേണമല്ലോ. ഇപ്പൊ തൃശ്ശൂർ ചെല്ലുക, തൃശ്ശൂർ ഞാൻ കണ്ടിട്ടുണ്ട്. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉണ്ട് ഇതിന് നീളം. പക്ഷെ ഇതിന്റെ റെയിൽവേ സ്റ്റേഷന്റെ അങ്ങനെ പനിക്കേറ്റ വരെ റെഡ് റബ്ബർ ചാക്കിനകത്ത്
ഉണ്ടാക്കിയത് കയറ്റി വിടാനായിട്ട് പോയി ഇരിക്കുക. അപ്പോൾ ഈ റെഡ് റബ്ബറിന്റെ ആവശ്യം എന്ന് മാത്രം മനസ്സിലാക്കണം. ഇത് വടക്കേന്ത്യയിൽ മുഴുവൻ ഇത് കൂടെ ഫാക്ടറിയാണ്. കാരണം വെച്ചാൽ ഈ ലോറിക്കും ബസ്സിനും ഹെവി വെഹിക്കിൾസിനും എല്ലാത്തിനും ഈ ഫസ്റ്റ് ഓട്ടം ഏതാണ്ട് ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ കട്ട വേണം. 3 പ്രാവശ്യം കട്ട ചെയ്യും. അത് മുഴുവൻ നാച്ചുറൽ റബ്ബറാണ് കട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കുറച്ച് സിന്തറ്റിക് ചേർക്കുന്നുള്ളൂ. അതുപോലെ അത്യാവശ്യമുള്ള ഈ സാധനം ഷോർട്ടേജ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാണം കുതിക്കുന്ന പോലെ വില കുതിക്കും. ആർക്കും അറിയത്തില്ല. ഞാനിതിപ്പോൾ 2 കൊല്ലം കൊണ്ട് തുടങ്ങി. നിസ്സാരമായ ഈ ഫേസ്ബുക്ക് വഴി 120 കൃഷിക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 150 കിട്ടിയോ, കിട്ടുന്നുണ്ടോ? 60 രൂപ കൂടിയോ? ഒരു ലോഡിൽ 6 ലക്ഷം രൂപ, 10 ലോഡിൽ 60 ലക്ഷം രൂപ, 2000 ലോഡ് ഒരു ദിവസം കയറി പോകുന്നുണ്ട്. 1,20,00,000 രൂപ പെർ ഡേ കൂടുതൽ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുക. അത്രയ്ക്ക് മാത്രം വലിയൊരു സാമ്പത്തിക ബോംബായി റബ്ബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്ന 8 ലക്ഷം കർഷകർ, എൻ്റെ കണക്കിൽ 75 ലക്ഷം കർഷകരുണ്ട്. അതിന് കണക്ക് ഞാൻ എടുത്തതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇവിടുത്തെ റബ്ബർ ഡീലർ പ്രസിഡന്റ് പിന്നെ ജോസ് പഴകിലുള്ള മാമ്പറമ്പൻ, പുള്ളിയെ പ്രസിഡന്റ്. പുള്ളിയോട് ഞാനൊരു 15-20 കൊല്ലം മുമ്പ് ചോദിച്ചു, എത്ര ലോഡ് റബ്ബർ മീനച്ചി താലൂക്കിൽ നിന്ന് പോകുന്നുണ്ട് ഒരു ദിവസം? ആവറേജ് 64. ഇപ്പം പാല 64 ആണെങ്കിൽ കാഞ്ഞിരപ്പള്ളി അതിൻ്റെ ഇരട്ടി വരും. പൂഞ്ഞാറ് മോശമല്ലാത്ത ഒരു ഇതിലേക്ക് വരും. ഞാനതിന് കണക്കെടുത്ത് എന്നാ വെച്ചാൽ രാമപുരം പഞ്ചായത്തിൻ്റെ ഒരു വാർഡിൽ എത്ര കിട്ടും? അവിടെ 20 വാർഡാണ്. അവിടെ 20 വാർഡ് എടുക്കുമ്പോൾ എത്ര കിട്ടും? ആവറേജ് എടുത്തു ഒരു പഞ്ചായത്തിൻ്റെ. ഇവിടെ എത്ര പഞ്ചായത്തുണ്ട്? പല കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 10 പഞ്ചായത്ത്. അവിടെ ഇത്രയും കിട്ടും. കോട്ടയം ജില്ലയിൽ എത്ര കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്? 10 കോൺസ്റ്റിറ്റ്യുവൻസി. അങ്ങനെ എടുത്ത് വന്നപ്പം 60 ലക്ഷം ടൺ റബ്ബറിൻ്റെ പ്രൊഡക്ഷനും ഏതാണ്ട് അതിനനുസരിച്ച് ലോഡ് ഇവിടുന്ന് പോകുന്നുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ ഒരു 4 പോകുന്നുണ്ട് കന്യാകുമാരി. ഇതിൻ്റെ ഒരു പകുതി അടുത്ത് പോകുന്നുണ്ട് ഗോവ വരെ പോയാൽ. ആ കൊങ്കൺ ബെൽറ്റിൽ കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതിലെടുക്കുമ്പോൾ തന്നെ 70 ലക്ഷം ടണ്ണോ 80 ലക്ഷം ടണ്ണാ. ഇവർ പറയുന്നത് 6.5 ലക്ഷം ടണ്ണാ. കള്ളത്തരം എന്ന് പറയുന്നത് സമ്പന്നന്റെ കള്ളത്തരം. അത്ര ഭീകരമെന്ന് നോക്കിക്കോണം. ഇവന്റെ അടുത്ത് റബ്ബറിന്റെ കാര്യം പറഞ്ഞ് ആർക്കും ചെല്ലാനും കയറ. വടിയെടുത്ത് അടിച്ച് ഓടിക്കും ഈ IAS റബ്ബറിന്റെ കാര്യം പറയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ മറ്റൊരു 2 ലക്ഷം കൊടുക്കുമ്പോൾ ഇവർ 5 കോടി കൊടുക്കും. അപ്പൊ അവന് അതിനോടുള്ള താല്പര്യം എന്ന് മാത്രമുണ്ടോ? അപ്പൊ അവൻ പറയുന്ന ഒരു സംഗതി മാത്രമേ ഇവിടെ നടക്കൂ. ഇതൊന്നും ഇവിടുത്തെ ഞങ്ങൾക്ക് അറിയത്തില്ല. അതായത് നമ്മൾ ഇന്ന് സിംഗപ്പൂരിനെക്കായാലും ഒക്കെ ഉയർന്ന ജീവിത നിലവാരത്തിൽ ജീവിക്കുന്ന മലയാളികൾ. കാരണം അറിയോ, ഈ റബ്ബർ എന്ന് പറയുന്ന സാധനം ലോകത്തെല്ലായിടത്തും വേണ്ട. ഈ റബ്ബറിന്റെ 90% വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോവുക. MRO കയറ്റി വിടുന്നത്. അവനും 300 കേന്ദ്രങ്ങളിൽ ലോകത്ത് ഗോഡൗൺ ഉണ്ട്. എന്നിട്ട് അവിടെ കൊണ്ട് നിറച്ചിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ മറ്റുള്ള മുഴുവൻ വ്യവസായികൾക്ക് തികയായി വരുന്നവർക്ക്, ആവശ്യമുള്ളവർക്ക് എല്ലാം ഇവർക്ക് ചില വർഷം ഓർഡർ കൊടുക്കും. അപ്പൊ ഈ ഒരു സാധനം സപ്ലൈ ചെയ്യും. വിലയൊക്കെ ആണല്ലോ, അന്നത്തെ വില ആണ് വില. ഓർഡർ എടുക്കുന്ന സമയത്ത് വിലയല്ല. അതിന് കാരണം വെച്ചാൽ ഈ സാധനത്തിന് കാലാവസ്ഥയും തൊഴിൽ പ്രശ്നങ്ങളും 100 കൂട്ടം പ്രശ്നങ്ങളും പ്രതിസന്ധികളുള്ള. അപ്പം അടുത്ത കൊല്ലം നിങ്ങൾ സാധനം ഞാൻ തരാം, അങ്ങനെയാണെങ്കിൽ ആ വില അന്നത്തെ വിലയായിരിക്കും. അയ്യോ ഇവിടെ ഭയങ്കര വില, അവിടെ ഒരു 11 ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് 2000 രൂപയ്ക്കാണ്, ഞങ്ങൾ 2500 രൂപയ്ക്ക് വന്നേക്കാന്ന് പറയും. ഇതാണ് ഇവന്റെ 10 രൂപയുടെ ഷെയർ 1.5 ലക്ഷം ഷെയറിന് വരെയാണ്. കാരണം ഇതാ കളർ പറയോ. ഈ കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഇമാർക്ക് സ്കേഴ്സിറ്റി ഉണ്ടായി. 18 കപ്പൽ ചരക്ക് ഇവിടെ കൊണ്ടുവന്നു. തമിഴ്നാട്ടിലെ വിശാഖപട്ടണത്ത് കൊണ്ടുവന്നിട്ട് അത് വടക്കേന്ത്യയിലോട്ട് പോയി, ബോംബെക്ക് പോയി, കേരളത്തിലോട്ട് പോകുന്നു നന്നായിട്ട്. ഇത് നമ്മുടെ കൈ വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുന്ന് വന്നൊരു ലോഡ് നേരെ വണ്ണപ്പുറം വഴി തൊടുപുഴയ്ക്ക് വന്നു. തൃശ്ശൂർക്ക് പോകാനായിട്ട് ഒരാളോട് വഴി ചോദിച്ചു. വഴി ചോദിച്ച ആള് ഈ ഫേസ്ബുക്കിലുള്ള ജോസ് കാപ്പൻ എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി റബ്ബറിന്റെ സാധനം ഫേസ്ബുക്കിനകത്ത് കമന്റ് പറയുന്ന ആളാണ്. അപ്പം പുള്ളി ഈ തമിഴിനോട് ചോദിച്ചു പേപ്പർ കാണിക്കാൻ പറഞ്ഞു. പേപ്പർ കാണിച്ചപ്പം ഈ സാധനം അയച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് MRO അയച്ചിരിക്കുന്നത്. അവന്റെ സാധനം 18 കപ്പൽ ചരക്ക് വന്നിരിക്കുന്നതിൻ്റെ അകത്ത് ആ ലോഡ് പോയത് അതിലെ മുഴുവൻ കൊണ്ട് വിതരണം ചെയ്തു. കാരണം ഇവിടെ സാധനം ഇല്ല, അവന് വില പൊങ്ങും. അതിന് അവിടെ കൊണ്ട് സ്റ്റോക്ക് ചെയ്താൽ അവൻ ഇവിടെ തിരിച്ചു കൊണ്ടുപോകും. എന്നിട്ട് എന്നാ ഇത് ഡിസംബർ ആയപ്പോഴത്തേനും ആ തീർന്നുപോയി. അതെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വേണ്ടി ചെന്നപ്പോൾ അവിടെ തീർന്നുപോയി. അങ്ങനെയാണ് അമാരുടെ ആ 120ന്റെ ബെൽറ്റ് അങ്ങ് പൊട്ടിയത്.
ഇനിയും പൂട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ അമ്മ രണ്ടാമത്തെ കളിക്കുകയാണ്. ഇനിയും പൊട്ടിയാൽ ഇത് 300 അടിക്കുമെന്നുള്ള ഉറപ്പാണ്. അത് ശ്വാസം വലിയ പിടിച്ചുകൊണ്ട് നിൽക്കുക അമ്മമാരിപ്പോൾ ഇങ്ങനെ ശ്വാസം വിട്ടും വിടാതെ. ഇവന്മാരുടെ കളി എന്ന് പറഞ്ഞാൽ അത് ഈ വമ്പന്മാരുടെ കളി, അതിൻ്റെ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പാടാം, അറിയാനും പാടാം. പക്ഷേ ഭീകരമായ കളി അമ്മമാർ കളിക്കുന്നത്. അല്ല പിന്നെ 15 രൂപ റബ്ബർ 200 രൂപ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഞാൻ 100 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് ബസ് പോസ്റ്റ് ഇട്ടിച്ചപ്പം എന്നെ നാട്ടുകാർ വിളിച്ച് തെറി കേൾക്കണം. അന്ന് ഞാൻ മുനിസിപ്പൽ കൗൺസിലർ, അത്രയും തൊലിക്കടി എനിക്കുണ്ടായിട്ട് അത് ചെയ്തത് ഞാൻ. എന്നിട്ടും റോഡിൽ കിടക്കുന്ന പാലട്ടവണി കൂടെ നടന്നു പോയാൽ റോഡിൽ കിടക്കുന്ന കല്ല് ഞാൻ തലക്കിരിക്കുമായിരുന്നു. ആ 100 രൂപ കിട്ടിയില്ലായിരുന്നെങ്കിൽ. അത് 40 വന്നപ്പോൾ ഞാൻ 200 അടിച്ചു. അത് 50-60 വന്നപ്പോൾ 300 അടിച്ചു. പിന്നെ അടുത്ത 500 അടിച്ചു. അത് 240 വരെ വന്നപ്പോൾ ആർക്കും കല്ല് എറിയണ്ട, ഒന്നും എറിയണ്ട, എന്നാലും കുറിച്ച് കൂടിയല്ല. ഇതാണ് നമ്മുടെ ഈ നാട്ടിലെ ജനം. ഞാൻ ഒരാൾ ഇത് ചെയ്യുന്നു, എൻ്റെ കൂടെ 10 പേര് കൂടിയാൽ കളി എവിടെ ചെല്ലുന്നു അറിയോ? അത് ഈ പറഞ്ഞ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും ഒന്നും ചെയ്യാനില്ല, സർക്കാരിനൊന്നും ചെയ്യാനില്ല. കാരണം എന്താ വെച്ചാൽ ഈ സാധനത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ലോകത്തിലൊരു സാധനം ഇല്ല. അതുകൂടാതെ കഴിഞ്ഞ ദിവസം മാത്യു സാമുവിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ അയാൾ അറിയാമല്ലേ? മാത്യു സാമുവൽ കേട്ടുണ്ടോ? തെഹൽക്ക, ഡൽഹി ബേസ്ഡാ, അയാൾ കാഞ്ഞിരപ്പള്ളിക്കാരനാ. അത് ഞാൻ മനോരമയുടെ പഴയ മനോരമ ജനറൽ മാനേജർ, റിട്ടയറായി 1 കൊല്ലമായിട്ട്, പുള്ളിയെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ഹെഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറിന് ഭാവിയില്ല. ആ പിന്നെ യൂട്യൂബ് ചാനലിൽ ആ ടോപ്പിക്കിന് ഇത് കൊടുത്തിരിക്കുന്നത് റബ്ബറിന് ഭാവിയില്ല. ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് ചോദിച്ചാൽ MRFന്റെ സീനിയർ ജനറൽ മാനേജർ റിട്ടയർഡ് ജോർജ് മാത്യു ഇന്റർവ്യൂ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലാണ്ട് ചെവിയും കുറിപ്പിച്ച് പിടിച്ച് എന്നിട്ട് പറഞ്ഞു റബ്ബർ ഭാവിയില്ല. അതങ്ങ് പറഞ്ഞു ഉറപ്പിച്ച് എല്ലാം ഒരുപാട് വിഷയങ്ങളിൽ കൂടെ കടന്നങ്ങ് പോയിട്ട് കഴിച്ച് പറഞ്ഞു വിമാനത്തിന്റെ ടയറുകൾ നിർമ്മിക്കാൻ റബ്ബറില്ലാതെ പറ്റിയാണ്. കാരണം വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഇത് ഫ്രിക്ഷൻ ഉണ്ടായി തീ പിടിക്കാതിരിക്കാനായിട്ട് റബ്ബർ വേണം. ആ റബ്ബർ ഒരു 5 പ്രാവശ്യത്തെ ലാൻഡിങ് കഴിയുമ്പം തൂമ്പായ്ക്ക് ഈ സാധനം പോരും. അത് ഞാൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വീണ്ടും വേറെ കാണിച്ചായിരുന്നു. കാരണം ഈ റബ്ബർ ടയർ വന്ന് ഇടിക്കുമ്പോൾ അവിടെ തേഞ്ഞ് പോവുക. അപ്പൊ റബ്ബർ വേണം. ലോകത്തിലെ റബ്ബറുമായിട്ട് വിമാനങ്ങളുടെ ടയറുകൾ 95% നിർമ്മിക്കുന്നത് അത് പറഞ്ഞാൽ അവര് MRF തന്നെയാണ്. ഇവന്റെ വായി ഈ സാധനം പുറത്തു വന്നു. ഒരു ടയറിന്റെ വില 25 ലക്ഷം രൂപ, മുടക്ക് 1500 രൂപ. കാരണം മറ്റുള്ള കമ്പനികൾക്ക് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ആ ടയർ കമ്പനികൾക്ക് ആവശ്യമുള്ള റബ്ബർ സപ്ലൈ ചെയ്യുന്ന MRF. ഇത് മുഴുവൻ പോകുന്ന കേരളത്തിൽ നിന്നാണ്. ഇത് കഴിഞ്ഞ് പിന്നെയാണ് വായി നമ്മളെ കിട്ടി എനിക്ക് റേഡിയൽ ടയർ, ലോറിയുടെ ബസ്സിന്റെ മുഴുവൻ ട്രക്കുകളുടെയും റേഡിയൽ ടയറാ. അതിന് റബ്ബർ വേണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അതായത് ഒരാള് ഇന്റർവ്യൂ ചെയ്യുമ്പം പറഞ്ഞു വരുമ്പം ഇതെല്ലാം ചാടും. പക്ഷെ ഇത് അറിയാവുന്ന കേൾക്കുമ്പോൾ പിന്നെ പൂട്ടാൻ പറ്റുന്നതിനും കേട്ടാലേ പൂട്ടാൻ പറ്റുള്ളൂ. പിടിയോ? അതായത് റബ്ബറിന് ഭാവി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ മാർക്കറ്റ് പോയി. പറഞ്ഞു പോയി കുഴപ്പമില്ലല്ലോ. ഇവന് ഇവിടെ ഗവൺമെന്റ് ഇപ്പോൾ ഇവിടെ പറയുന്നത് തന്നെ ചില 6.5 ലക്ഷം ടണ്ണാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ, 13.5 കൺസംഷൻ. ആർക്കെങ്കിലും എന്നെ പിടികിട്ടുമോ? ആർക്കൊന്നും പിടികിട്ടുകയില്ല. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ചോദിക്കുക 50% ഇവിടെ ലഭ്യതയുള്ളൂ. അപ്പൊ പിന്നെ 12,000 രൂപ വില കിട്ടണ്ടേ? ഞാൻ വിളിക്കുക. ഇതാർക്കറിയാം? യഥാർത്ഥ പ്രൊഡക്ഷൻ 50 ലക്ഷം ടണ്ണ, 80 ലക്ഷം ടണ്ണ. അത് മുഴുവൻ വിദേശത്ത് കൊണ്ടുപോയി ഡോളറാക്കിയും വിമാനത്തിന് ടയറാക്കിയും റേഡിയൽ ടയറാക്കിയും മറ്റു ടയർ കമ്പനികൾക്ക് ആവശ്യമുള്ളവർക്കെല്ലാം തികയാതെ വരുന്നതിന് കൊടുത്തു. അതിനുള്ള ഒരു സാധനം തീർത്തുമായിട്ട് ആ പൈസ അടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വേറെ സ്റ്റോറി, അവിടെ വേറെ സ്റ്റോറി. തല ഭയങ്കരമാണ്. അതുപോലെ കേന്ദ്രത്തിലാണെങ്കിലും ഗവൺമെന്റിലാണെങ്കിലും ഇപ്പം ഈയിടെ ഈ മറ്റേ അഴിമതി കേസ് വന്നില്ലേ, അതിനകത്ത് MRF 1 ലക്ഷം കോടി കൊടുത്തു. അതിൻ്റെ അടിയിലത്തെ ആ ഡേറ്റിൽ തന്നെ MRF വേറെ 1 ലക്ഷം കോടി കൊടുത്തു. ഇയാൾക്ക് കൊടുക്കുന്ന പ്രധാനമന്ത്രിക്ക്. അത്രയും പൈസ കിട്ടുമ്പം പൈസയുടെ അടിയിൽ മുകളിലും കീഴിലും ഒന്നുമില്ല, പൈസയാണെല്ലാം പ്രധാനം. MRF കൊടുക്കുന്ന പൈസയുടെ കണക്ക് കാണണം അവിടെ. അത് കാരണം വെച്ചാൽ അവർക്കെതിരായിട്ട് ഇവർക്ക് നിൽക്കാൻ നിൽക്കില്ല. എന്നാൽ റബ്ബർ കിട്ടാനല്ല വന്ന വരുമ്പോൾ ഇതൊരുത്തിന്റെ കയ്യിൽ പിടിച്ചാൽ നിൽക്കുന്ന സാധനമല്ല റബ്ബർ. പൈസ പിടിച്ചാൽ നിൽക്കും, റബ്ബർ പിടിച്ചാൽ നിൽക്കില്ല. കാരണം ഈ ടയർ വേണം, വണ്ടി മുഴുവൻ ടയർ വേണം. അതെല്ലാവർക്കും ഉപയോഗിക്കണം, ലോകം മുഴുവൻ വേണം. ലോകത്തിൽ ഇവിടെ റബ്ബർ ഉള്ളൂ. അതിന് കാരണം ഈ ഭൂമധ്യരേഖ 1200 കിലോമീറ്ററിന്റെ ഇരുവശങ്ങളിലുള്ള ഏരിയയിൽ മാത്രമേ റബ്ബർ കൃഷി ചെയ്യാനുള്ള പ്ലാന്റേഷനുള്ള പിന്നെ കാലാവസ്ഥയുള്ളൂ.
അതിനകത്ത് 92% കടൽ. അതിൻ്റെ ഒരു സൈഡാണ് ഈ കേരളത്തിൻ്റെ ഈ സൈഡ് കൊടുക്കൽ പോരുന്നത്. എന്നാലും തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ഹൈറേഞ്ചിലോട്ട് പോകും. ഇപ്പം മാവടി വേലത്തുശ്ശേരി കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൂപ്പാറ വരെ കാലാവസ്ഥ വേറെ ഉണ്ട്, റബ്ബർ പിടിക്കുകയില്ല. ഇവിടുന്ന് ഞാൻ ഓരോന്നിന് പോവാം, ഏറ്റുമാനൂർ കഴിഞ്ഞാൽ റബ്ബർ പിടിക്കുമോ? 100 കൂട്ടം സാങ്കേതികമായ കാലാവസ്ഥ ഉള്ളിടത്ത് റബ്ബർ കൃഷി നടക്കുള്ളൂ. എന്നാൽ തമിഴ്നാട്ടിൽ നല്ലൊരു ശതമാനം ഈ 1000 ഇടയ്ക്ക് ഉള്ളിടമുണ്ട്, അവിടുത്തെ ചൂട് കാരണം റബ്ബർ പിടിക്കുകയില്ല. മനസ്സിലായില്ലേ? ഇതിപ്പോ ഈ വാർത്ത വടക്കേന്ത്യയിലൊക്കെ വരുന്നു എന്ന് പറയുന്ന വാർത്ത, ഇപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പാർട്ടി പാലായിരിപ്പുണ്ട്, അവർക്ക് സപ്ലൈ അവിടെ ചെറിയ തൈ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്ന പാർട്ടികളാണ്. ഈ 30 കൊല്ലം മുമ്പ് ഇവിടുത്തെ PNR എന്ന് പറയുന്ന ഒരു പരിപാടിക്കാരനുണ്ടായിരുന്നു. അവർ കൊണ്ടുപോയി 50 കൊല്ലമായി അവിടെ കൊണ്ടുപോയി ത്രിപുരയെ കൊണ്ടുപോയി അവരൊരു 10-100 ഏക്കർ സ്ഥലത്ത് റബ്ബർ പ്ലാൻ ചെയ്തു. 8-ാം കൊല്ലം അവിടെ ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. 8-ാം കൊല്ലം വെട്ടാൻ വേണ്ടി ചെന്നപ്പോൾ തലേക്കൊല്ലം ഒരു കാറ്റ് വന്നു. സംഭവം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, എവിടെയായിരുന്നു തോട്ടം, എവിടെയായിരുന്നു എന്നുള്ളത് ഒന്നത്. അത് ഏത് നേരത്തും അവിടെ വടക്കേന്ത്യ സംഭവിക്കും. ഒരു സുപ്രഭാതത്തിൽ കേൾക്കാം അവിടെ ഇത്ര സ്റ്റേറ്റിലെ റബ്ബർ മരം മുഴുവനും നശിച്ചുപോയി. റബ്ബർ ബോർഡൊന്നും അഡ്മിറ്റ് ചെയ്യല, ആരും അഡ്മിറ്റ് ചെയ്യല, ജനം പറഞ്ഞേ നമ്മൾ അറിയുള്ളൂ, അവിടുത്തെ വാർത്ത മതിയല്ല. അത് കൂട്ട് മാനിപ്പില് ഇപ്പൊ നടക്കുന്നവരുടെ അവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടവരെന്നോട് പറഞ്ഞു തന്നറിയോ, അവിടുന്ന് ഒരു വഴി ഈ സ്റ്റേറ്റുകളിൽ കൂടെ കയറാൻ നടന്നൊരു 100 കിലോമീറ്റർ നടന്നൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ വഴിയില്ല, വണ്ടിയല്ല. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഉണ്ടാക്കിയാലും ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമല്ല. അതിൽ അങ്ങോട്ട് ഹൈവേ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടെന്ന് എന്നോട്. അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. പിന്നെ അവന്മാർക്ക് ആർക്കും ക്വാളിറ്റിയുടെ വിഷയമില്ല. കാരണം അവന്മാർക്ക് സബ്സ്റ്റാൻഡേർഡ് ആൾക്കാരാണ്. അവർ കഞ്ഞി കുടിച്ചാൽ കുടിച്ചു, കുടിച്ചില്ലേ കുടിച്ചില്ല. ഗോതമ്പാണേലും പ്രശ്നമില്ല, കഞ്ഞിയാണേലും പ്രശ്നമില്ല, കഞ്ഞി കുടിച്ചില്ലേലും പ്രശ്നമില്ല. അവർക്ക് പൈസയുടെ ആവശ്യം അവർക്ക് കഴിയില്ല. കാരണം വഴിയില്ല, മുഴുവനും വെള്ളം പിടിച്ച് കിടക്കുന്നു. മൊത്തം ഈ പറഞ്ഞ പ്രദേശങ്ങളല്ല. അവിടെയുള്ള മനുഷ്യന് സംസ്കാരമില്ല, ഒന്നുമില്ല. അവർ വിചാരിച്ച് ഉദ്ദേശിക്കുന്ന ലാഭമൊന്നും പ്ലാൻ ചെയ്ത് കൊണ്ടുവരാൻ എത്ര കാലം കഴിഞ്ഞാലും പറ്റിയല്ല. കേരളത്തിൽ ഇങ്ങനെ വരാൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ വീട്ടിലുള്ള വിദ്യാഭ്യാസം, MA കാരനും PhD കാരനും MPhil കാരനും സ്കൂളിൽ പഠിപ്പിക്കുന്നതും കോളേജ് പഠിപ്പിക്കുന്നതിനും ഒക്കെ അങ്ങനെയുള്ള സമൂഹമാണ്. അതെല്ലാം നല്ല ഗവേഷണം നടത്താൻ അറിയാവുന്നവന്മാരെല്ലാമാരും അവന്മാരങ്ങനെ ആണല്ലോ ഈ 4 ഷീറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഈ 4 ഷീറ്റ് വിമാനത്തിലുള്ള ഇതല്ല, കോട്ടയം ജില്ലയിലെ റബ്ബറെ പറ്റുള്ളൂ. അവർക്ക് തെക്കോട്ടും വടക്കോട്ടും പോകുന്ന റബ്ബർ പറ്റിയല്ല. കരടുണ്ട്. ഇവിടെ ഉള്ള അരിപ്പയ്ക്കകത്ത് അരിച്ചെടുത്ത് ഇവനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഈ കോട്ടയം ജില്ലയിൽ, മധ്യ തിരുവിതാംകൂറിൽ. എന്നിട്ടാണ് ഈ വില തരികയില്ലാത്തത്. ഇവനൊക്കെ കള്ളനാണെങ്കിൽ അതിലും വലിയ കള്ളത്തരം നമ്മൾ കാണിക്കണം, ജീവിക്കണമെങ്കിലാ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, യുദ്ധം ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വരികില്ല. യുദ്ധം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുമോ ഇപ്പോൾ എല്ലാവരും? യുദ്ധം ചെയ്താൽ ജീവിക്കാം, യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യട്ടെ, ആത്മഹത്യ ചെയ്താക്കാം. ജീവിക്കാനുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ അതല്ല നടക്കുന്നത്. നാണം കെട്ട പരിപാടിയല്ല, നാണം കെട്ട പരിപാടി. ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ മേലെ, എന്നെ ചെയ്യാൻ മേലെ തന്നെ. ഞാനിപ്പോൾ ആർക്കെങ്കിലും ഉപദ്രവം ചെയ്യുന്നുണ്ടോ? ഞാൻ ചുമ്മാ സംസാരിക്കുന്നു, പറയുന്നു, കേൾക്കുന്നു, കുറെ പേരെ ബോധവൽക്കരിക്കുന്നു, കുറെ പേര് എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഈ കുറെ പേര് എൻ്റെ കൂടെ കൂടുതൽ പറയാൻ കാര്യമാണെന്നറിയോ? നമ്മൾ ടൗണിൽ പോകണമെങ്കിൽ അവിടെ ഒരു പാമ്പ് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഞാൻ നോക്കുമ്പോൾ 100 പേരില്ലേ, 100 പേരില്ലേ പാമ്പാട്ടിക്ക് കിട്ടും. അതുപോലെ ഞാനിപ്പോൾ അവിടെ കാണിച്ചാലും 100 പേരെ എനിക്ക് കിട്ടും, 30% പേരെ എനിക്ക് കിട്ടും. ആ ഒരു തീവ്രമായ ബുദ്ധി വെച്ചാൽ ഞാൻ കളിക്കുന്നത്. എത്ര ഇത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് വേണ്ട ഒരു ചെറിയൊരു പോർഷൻ ഇതിനകത്ത് നിന്ന് കിട്ടും. അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കൂടുതൽ വരും. ഇപ്പൊ രാഹുൽ എഴുതാൻ വന്നപ്പോഴത്തേന് എന്നെ തെറി പറഞ്ഞ മുഴുവൻ ആളുകളും നിശബ്ദരായില്ലേ. ആ കൂട്ടത്തിൽ കൂടിയില്ല എന്നുള്ളത് എൻ്റെ കുറ്റമല്ല, അതിൻ്റെ കുഴപ്പമായി ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നു. നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഈ റബ്ബർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിഷയമാണ്. കോട്ടയത്ത് പ്രസ് ക്ലബില് ഡൽഹിയിൽ നിന്ന് വന്ന IAS മീറ്റിംഗ് റബ്ബർ വന്ന അവർ പത്രക്കാരോട് സംസാരിച്ചു. പത്രക്കാരോട് ചോദിച്ചെന്ന് പറഞ്ഞു ഒരു IAS കാരൻ, വ്യവസായ രംഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള, ഏറ്റവും മൂല്യമുള്ള, വിലയുള്ള ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചു. ആരും പറഞ്ഞില്ല, പത്രക്കാരും പറഞ്ഞില്ല. ഇതൊരു 15 കൊല്ലം 20 കൊല്ലം മുമ്പാണ് സംഭവം. ആര് പറഞ്ഞ റബ്ബറാന്ന് പറഞ്ഞു, റബ്ബർ. അപ്പോൾ ഒരു കിലോ റബ്ബറിന് എന്നാ വില കിട്ടണമെന്ന് മനസ്സിലായോ? എന്നോട് പത്രക്കാരൻ എന്ത് പറഞ്ഞാ? അങ്ങനെയുള്ള ഒരു റബ്ബറിന് ഇപ്പോൾ ഒരു 500 രൂപ വില കിട്ടുവാണെങ്കിൽ 400 ലക്ഷം കോടി രൂപ കേരളത്തിൽ വീഴും. 400 ലക്ഷം കോടി രൂപ. അതിൻ്റെ കാരണം വെച്ചാൽ വിദേശത്ത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ ഇവിടെ വന്ന് പിന്നെ തോട്ടം മേടിക്കും.
കഴിഞ്ഞ പ്രാവശ്യം ഇതുണ്ടാക്കിയപ്പോൾ തന്നെ ഒരുപാട് വീട് 14 ലക്ഷം കാറുകളാണ് ആ 2010 കൂടുതൽ വിറ്റ്. 14 ലക്ഷത്തോളം വീടുകളുണ്ടായി, ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ടായി, ഒരുപാട് റോഡുകൾ, പാലങ്ങൾ എല്ലാം ഇതുണ്ടായി. അപ്പോൾ അത് ഇതിനകത്തിട്ട് വന്നപ്പോൾ ഇതൊരു 500 രൂപയുടെ വരുന്നെങ്കിൽ അതിലത്തെ സ്ഥിതി ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ പണം എവിടെയായിരിക്കും ഈ പണം ഇരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പലരുടെയും കയ്യിൽ പണം ഇരിപ്പുണ്ട്. അതുകൂടാതെ വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണമുണ്ട്, ബാങ്കിലൊക്കെ ഇട്ടിരിക്കുന്ന മലയാളികളുടെ പണം. 10 പൈസ ഇട്ടാൽ അത് 20 പൈസ ആകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇടും. 10 പൈസ ഇട്ടാൽ നാളെ 5 പൈസ ആകുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമോ? അപ്പൊ ഇവിടെ പൈസ ഇവിടെ വരണം. ഇവിടെ വരണം എന്നുള്ളതിൽ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്താലേ പറ്റുള്ളൂ. രാഷ്ട്രീയക്കാർ ചെയ്യാല, അവരപ്പഴാണ് നിൽക്കുന്നത് MRF-ലൂടെ. ഇത് തമ്മിൽ രണ്ടൊരു വ്യത്യാസമുണ്ട്. എന്നിട്ട് ഈ MRF-ന്റെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരൻ്റെ കൂടെയാണ് ജനം മുഴുവൻ നിൽക്കുന്നത്. അവിടെയാണ് ഞാൻ പരാജയപ്പെട്ടു പോകുന്നത്. എന്നാലും ഞാൻ വിട്ടിച്ചു പോകില്ല. എൻ്റെ കാര്യം എന്താണെന്നറിയോ? ഞാൻ നുണ പറയാം. ഇപ്പം 1000 രൂപ അവർക്ക് വില കിട്ടുമെന്ന്. ഈ 1000 രൂപ വില കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞ നുണ സത്യമാണ്. 100 രൂപ കിട്ടുമെന്ന് പറഞ്ഞു, നുണയാ ഞാൻ പറഞ്ഞ. ഗീബൽസിയൻ തിയറിയാ ഞാൻ പറഞ്ഞ. പക്ഷേ ഞാൻ മെക്കാനിസം എനിക്കറിയാവുന്ന കാരണം 100 രൂപ കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞല്ല ഇതാണ് സത്യം. 200 രൂപ ഞാൻ പറഞ്ഞു, ഞാൻ നുണയാ പറഞ്ഞത്. പക്ഷെ അത് ഞാൻ അടിച്ചു വരുത്തി 248 മേടിച്ചില്ലേ? ഇതാ എന്റെ മെക്കാനിസം. ഇതാ ഞാൻ പറയുന്നത്. മെക്കാനിക്കലി ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നുണയാന്ന് ഞാൻ തന്നെ പറയും. എൻ്റെ കാര്യം എന്താണെന്നറിയോ? അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂ. അതാവുമ്പോൾ ഞാൻ പറഞ്ഞ സത്യം. നിനക്ക് വട്ടാന്ന് പറയും. ഈ ഫേസ്ബുക്കുകൾ തന്നെ വട്ടാന്ന് പുല്ല് പോലെ എഴുതി പിടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു നിനക്ക് തന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വട്ടാർക്കാന്നുള്ളൂ. അല്ല, അത് കേട്ടാൽ എനിക്ക് നാണമൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ 28-ാമത്തെ വയസ്സിൽ മുനിസിപ്പൽ സർവീസിന്റെ കസേര ഇരുന്ന ആളാണ് പാലായിൽ.